UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കേരളം കണ്ട CPM-ന്റെ ഒരു പൊറാട്ട് നാടകങ്ങളിലൊന്നാണ് എറണാകുളം പൂക്കാട്ടുപടിക്കടുത്തുള്ള മലയിടംതുരത്തിലെ ഭൂമി ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു സമരം. കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിലാണ് ഈ സ്ഥലം വരുന്നത്. കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം MLA ആയിരുന്ന CPM-കാരനായ PV ശ്രീനിജന്റെ നേതൃത്വത്തിലാണ് ഈ സമര നാടകം അരങ്ങേറിയത്. അതിനുശേഷം അവിടെ MB ഗോവിന്ദൻ അടക്കമുള്ള CPM-ന്റെ സംസ്ഥാന നേതാക്കന്മാർ സമര പന്തൽ സന്ദർശിച്ച് അവിടെയുള്ള ജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. അതായത് ഒരു കോടതി വിധി മലയിടംതുരത്തിൽ താമസിക്കുന്ന ആളുകളെ അവിടെ നിന്ന് ഒഴിപ്പിക്കണം, ഒരു സ്വകാര്യ വ്യക്തി നൽകിയ ഹർജിയിലാണ് ആ ഉത്തരവുണ്ടായിരിക്കുന്നത്. ഈ ഉത്തരവ് വന്നത് ഈ ഐക്യജനാധിപത്യ മുന്നണി സർക്കാർ ഭരിക്കുന്ന കാലത്തിലല്ല, നേരത്തെ LDF ഭരിക്കുന്ന സമയത്താണ് ഈ ഉത്തരവ് വന്നത്. അത് മാത്രമല്ല, ഈ കേസ് കോടതിയിൽ ഉണ്ടായ സമയത്ത് റവന്യൂ വകുപ്പിന് കോടതിയിൽ ചില നടപടികൾ സ്വീകരിച്ച് വേണമെങ്കിൽ ഈ ദളിത് വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ആ മലയിടംതുരത്തിൽ താമസിക്കുന്ന ആളുകൾക്ക് അനുകൂലമായി വിധി ഒരുപക്ഷെ വരാവുന്ന തരത്തിൽ ചില കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. ഭൂമിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ലഭ്യമാക്കാമായിരുന്നു. എന്നാൽ ഇതൊന്നും ചെയ്യാതെ റവന്യൂ വകുപ്പ് നോക്കുകുത്തികളായി നിൽക്കുകയും പിന്നീട് വിധി ഇവർക്ക് താമസക്കാർക്ക് പ്രതികൂലമായി വരികയും ആ വിധി നടപ്പിലാക്കാത്തതെന്ത് എന്ന് പിന്നീട് കോടതികൾ ചോദിക്കുന്ന സാഹചര്യത്തിലാണ് ഐക്യമുന്നണി സർക്കാർ അധികാരത്തിലേറിയപ്പോൾ പോലീസുമായി എത്തി ആ വിധി നടപ്പിലാക്കാൻ കോടതി അലക്ഷ്യ നടപടി നേരിടേണ്ടി വരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് പോലീസുമായി എത്തി അവരെ ഒഴിപ്പിക്കാനുള്ള ശ്രമം നടത്തിയത്. എന്നാൽ അവിടെ വലിയ പ്രതിരോധമാണ് CPM തീർത്തതെന്ന് അവർ ചാനലുകൾക്ക് മുമ്പാകെ എല്ലാം കാണിച്ചു. അവിടെ VD സതീശൻ ഒരു കൃത്യമായ നിലപാടെടുത്തു. കേരളത്തിന്റെ മുഖ്യമന്ത്രി മലയിടംതുരത്തിൽ നിന്ന് ആളുകൾക്ക് എവിടെയും അനാഥരാകില്ല, അവരെ അവിടെ നിന്ന് ഒഴിപ്പിക്കേണ്ടി വന്നാലും അവർക്ക് മറ്റൊരു സ്ഥലം നൽകാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് സർക്കാർ നിലപാടെടുക്കുകയും തുടർ ചർച്ചകൾക്ക് വേണ്ടി ഈ ഭൂ ഉടമയും താമസക്കാരും തമ്മിലുള്ള തുടർ ചർച്ചകൾക്ക് വേണ്ടി റോജി M. ജോൺ MLA-യും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുമായ റോജി M. ജോണിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. റോജി M. ജോണിന്റെ നേതൃത്വത്തിൽ മാരത്തോൺ ചർച്ചകൾ നടത്തിയ ആദ്യഘട്ടങ്ങളിൽ കോഴി അയലിൽ കയറിയതുപോലെ ഒന്നും നടക്കുന്നില്ല. അവസാനം കഴിഞ്ഞ ദിവസം രാത്രി ഇതിനൊരു തീരുമാനമുണ്ടായിരിക്കുന്നു. അവരെ സുരക്ഷിതമായി താമസിപ്പിക്കുന്ന രൂപത്തിലേക്ക് ചർച്ചകൾക്ക് പര്യവസാനമുണ്ടായിരിക്കുന്നു. നേരത്തെ നമുക്കറിയാം, ഐക്യജനാധിപത്യ മുന്നണി ഉമ്മൻചാണ്ടി അധികാരത്തിലേറിയപ്പോൾ ചെങ്ങറയിലെയും മൂലമ്പള്ളിയിലെയും സമരം 100 ദിവസം കൊണ്ട് ആ സമരം തീർത്ത് അല്ലെങ്കിൽ ആ സമരക്കാർക്ക് ഉറപ്പ് നൽകി അവരെ മാറ്റിപ്പാർപ്പിച്ച് അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച പുനരധിവാസ പാക്കേജ് നടപ്പിലാക്കിയ ഒരു സർക്കാരാണ് 2011 ഐക്യജനാധിപത്യ മുന്നണി ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ അധികാരമേറ്റത്. മൂലമ്പള്ളിയിലെയും ചെങ്ങറയിലെയും ഭൂരഹിതരായ ആളുകൾ സമരം നടത്തിയപ്പോൾ VS അച്യുതാനന്ദൻ അടക്കമുള്ളവർ തിരിഞ്ഞു നോക്കാതെ വന്നപ്പോഴാണ് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിലേറി 100 ദിവസത്തിനകം അവരുടെ സമരം ഒത്തുതീർപ്പാക്കിയത്. അതേ സർക്കാരിന്റെ മറ്റൊരു പതിപ്പ് ഇപ്പോൾ മുഖ്യമന്ത്രി VD സതീശനാണെന്ന് മാത്രമേ ഉള്ളൂ. കോൺഗ്രസ് സർക്കാർ ഈ മലയിടംതുരത്തിലെ ജനങ്ങളുടെ ഭീതിക്ക്, അവരുടെ ആശങ്കയ്ക്ക് പരിഹാരമുണ്ടാക്കിയിരിക്കുകയാണ്. അതായത് CPM വഞ്ചിച്ച ജനങ്ങളെ കോൺഗ്രസ് സർക്കാർ മാറോട് ചേർത്ത് പിടിച്ചു എന്ന് പറഞ്ഞാൽ അത് തള്ളിക്കളയാൻ കഴിയുമോ? ഒരിക്കലുമില്ല. പുതിയ സർക്കാർ അധികാരത്തിലേറിയിട്ട് 1 മാസം പോലും ആകാത്ത പുതിയ സർക്കാരിനെ കൈയടിക്കാൻ കേരളം വീണ്ടും തയ്യാറാണ്. കാര്യം ഒരുപാട് നല്ല പദ്ധതികൾ, ഒരുപാട് അധികാരത്തിലെത്തിയ ഇനിയിപ്പോ ഇത് 10 വർഷം പ്രതിപക്ഷത്തിരുന്നിട്ട് അധികാരത്തിൽ വന്നതിന്റെ ആദ്യത്തെ ഒരു പ്രകടനമാണോ എന്നും നമുക്കറിയില്ല. പക്ഷെ ആദ്യ 1 മാസത്തിന് മുൻപ് തന്നെ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കുന്നു. മലയിടം തുരുത്തുമായി ബന്ധപ്പെട്ടൊരു കേസ് വരുമ്പോൾ സത്യത്തിൽ ഈ സർക്കാർ എന്ത് നിലപാടെടുക്കുമെന്നൊരു ആശങ്ക സാധാരണക്കാരായ ജനങ്ങൾക്കുണ്ടായിരുന്നു. മലയിടം തുരുത്തിന് അപ്പുറത്തേക്ക് കേരളത്തിൽ എല്ലാവർക്കും ഉണ്ടായിരുന്നു ഈ സർക്കാരിന് എന്ത് നിലപാടായിരിക്കും എടുക്കുക എന്നുള്ളത്. ചേട്ടൻ പറഞ്ഞതുപോലെ MB ഗോവിന്ദനൊക്കെ അവിടെ വന്ന് സന്ദർശിക്കുന്നു. അവർക്ക് CPM വലിയൊരു CPM കൂടെ ഉണ്ട് എന്നൊരു തോന്നൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ എന്തുകൊണ്ട് ഇവർക്ക് വേണ്ടിയെന്നോ അല്ലെങ്കിൽ ഇവരെ മനുഷ്യരാണ് എന്ന് കഴിഞ്ഞ സർക്കാർ എന്തുകൊണ്ട് പരിഗണിച്ചില്ല? കഴിഞ്ഞ സർക്കാരിന്റെ സമയത്താണ് ഈ കേസ്, അല്ലെങ്കിൽ കഴിഞ്ഞ സർക്കാരിന്റെ സമയത്തേ ഉള്ളതാണ് ഈ പ്രശ്നങ്ങളെല്ലാം. അന്ന് അവരെടുത്ത നിലപാട് എന്തായിരുന്നു? പുതിയ സർക്കാർ വരുമ്പോൾ എടുക്കുന്ന നിലപാട് എന്താണ്? എനിക്ക് തോന്നുന്നത് ഏകദേശം കഴിഞ്ഞ സർക്കാരിന് ഒരു ധാരണ ഉണ്ടായിരുന്നു പരാജയപ്പെടുമെന്ന്. അപ്പൊ പുതിയ സർക്കാരിന് പണി കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഈ മലയിടംതുരുത്ത് പോലുള്ള ഒരു സ്ഥലം. അല്ലെങ്കിൽ ഇതൊക്കെ നേരത്തെ ചെയ്യാവുന്നതാണ്. അവരെ പുനരധിവസിപ്പിക്കാൻ നേരത്തെ പറ്റുമായിരുന്നു. അല്ലെങ്കിൽ ചേട്ടൻ പറഞ്ഞ പോലെ റവന്യൂ വകുപ്പിന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവരെ രക്ഷപ്പെടുത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വളരെ എളുപ്പത്തിൽ. പക്ഷെ അതൊന്നും ചെയ്തില്ല. കോടതി ഇടപെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചതും കഴിഞ്ഞ സർക്കാരാണ്. അതിനുശേഷം പുതിയ സർക്കാർ അധികാരത്തിലേറുമ്പോൾ
ഞങ്ങളുണ്ട് അവർക്കൊപ്പം, അല്ലെങ്കിൽ ഞങ്ങൾ ദുരിതം അനുഭവിക്കുന്നവർക്കൊപ്പമാണ്, പ്രതിപക്ഷമുണ്ട് എന്നൊരു തോന്നൽ ഉണ്ടാക്കുകയും പുതിയ സർക്കാർ പരാജയമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷെ ചേട്ടൻ പറഞ്ഞതുപോലെ ഉമ്മൻചാണ്ടി സർക്കാരിൽ വലിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ ഒരു പ്രതീക്ഷ തന്നെയാണ് പുതിയ സർക്കാരിലും, പുതിയ ഐക്യജനാധിപത്യ മുന്നണി സർക്കാരിലും ഉള്ളത്. സമരങ്ങൾക്കൊപ്പം നിൽക്കുക. അത് നമുക്കറിയാം, ആശാവർക്കർമാരുടെ സമരത്തിൽ LDF എടുത്ത നിലപാടും UDF എടുത്ത നിലപാടും എന്തായിരുന്നു. അതുകൊണ്ട് തന്നെ സമരങ്ങൾക്കൊപ്പം നിൽക്കുന്നത് ആരാണ് എന്ന് വ്യക്തമായി അറിയാം. VD സതീശൻ, നിലവിലെ മുഖ്യമന്ത്രി മുൻ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള VD സതീശൻ പറഞ്ഞത് ആരും അനാഥരാകില്ല, എല്ലാവരെയും ഞങ്ങൾ ചേർത്ത് പിടിക്കും. അപ്പോഴും ഒരു ചോദ്യം ഉണ്ടായിരുന്നു, അത് എത്രത്തോളം എളുപ്പമാണോ? മലയിടം പോലൊരു സ്ഥലത്ത്, ഇത്രയും പ്രശ്നമുള്ള ഒരു സ്ഥലത്ത് സർക്കാർ ചേർത്ത് പിടിക്കും, പുനരധിവാസം ഉറപ്പാക്കും എന്നൊക്കെ പറയുമ്പോൾ അത് എത്രത്തോളം നടക്കുമെന്നൊരു ചോദ്യം പലയിടത്ത് താമസിക്കുന്നവർക്കുണ്ടായിരുന്നു, ജനങ്ങൾക്കും ഉണ്ടായിരുന്നു. ആ ഒരു ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷെ ആ ആശങ്കയൊക്കെ പരിഹാരമായിരിക്കുന്നു. റോജി ജോണിന്റെ നേതൃത്വത്തിൽ ചർച്ചകൾ നടക്കുന്നു. ആദ്യമൊക്കെ ചർച്ചകൾ വലിയ രീതിയിൽ പരാജയപ്പെടുന്നു. ഇപ്പോ സ്ഥലം, അതിന് ബദലായിക്കൊണ്ട് തന്നെ സ്ഥലം നൽകാം, പുനരധിവസിപ്പിക്കാം, അതുവരെ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് പറയുമ്പോൾ അവരത് അംഗീകരിക്കുന്നുണ്ട്. എന്തായാലും പുതിയ സർക്കാർ ചേർത്ത് പിടിച്ചു. പുതിയ സർക്കാരിന് എന്തായാലും ഇപ്പൊ ഒരു പ്രതീക്ഷ സാധാരണക്കാരായ ജനങ്ങൾക്കുണ്ടായിട്ടുണ്ട്. എന്ത് പ്രശ്നം ഞങ്ങൾക്കുണ്ടായാലും ഈ സർക്കാർ ഞങ്ങളുടെ കൂടെയുണ്ട്, അല്ലെങ്കിൽ വെറുതെ പറയുകയല്ല കൂടെയുണ്ട് എന്ന്. ഒരു പ്രശ്നം വന്നാൽ ഞങ്ങൾക്ക് വേണ്ടിയുണ്ട്. കാര്യം റോജി ജോണിനെ പോലെ ഒരു മന്ത്രി, നമുക്കറിയാം കന്യാസ്ത്രീകളുടെ വിഷയത്തിലൊക്കെ റോജി ജോൺ എടുത്തൊരു നിലപാട്. അപ്പം അത്തരം ആളുകളെല്ലാം സംസാരിക്കുന്നു. വെറുതെ ഒരു ഒത്തുതീർപ്പ് ചർച്ച ആയിരുന്നില്ല സർക്കാർ മുന്നോട്ട് വെച്ചത്. അവരെ കൂടി പരിഗണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ പറയും നവകേരള സദസ്സുമായി പോയപ്പോൾ ആരെയാണ് കണ്ടത്? പൗരപ്രമാണികളെ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പൗരപ്രമുഖരെ എന്ന് പറയുന്നിടത്ത് ഇവിടെ സാധാരണക്കാർക്കൊപ്പമാണ് ഈ സർക്കാർ. അവിടെ പൗരപ്രമുഖരോ പ്രമാണികളോ ഇല്ല, സാധാരണക്കാരാണ്, സാധാരണക്കാരുടെ സർക്കാരാണ് എന്നൊരു മെസ്സേജ് കൂടിയാണ് മലയിടം തുരുത്തിലൂടെ ഈ സർക്കാർ പൊതുസമൂഹത്തിന് മുന്നിൽ നൽകുന്നത്. തീർച്ചയായും ഈ സമരത്തെ ആദ്യഘട്ടത്തിൽ സമരസമിതിയെയോ അല്ലെങ്കിൽ മലയിടം തുരത്തിലെ ആളുകളെയോ തിരിഞ്ഞു നോക്കാൻ തയ്യാറാകാതെ പിന്നീട് ഭരണം മാറിയപ്പോൾ ഞങ്ങൾ അവർക്കൊപ്പമാണ്, ഒരാളെയും ഒരു സ്ഥലത്തു നിന്നും മാറ്റി നിർത്തരുത്, അല്ലെങ്കിൽ അവർ താമസിക്കുന്നിടത്ത് നിന്ന് ഇറക്കി വിടരുത് എന്ന് പറഞ്ഞ സമരം ചെയ്ത CPM-ന്റെ സമര നാടകമാണ് ഒരിക്കൽ കൂടി പൊളിഞ്ഞിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെങ്ങറയിലെയും മൂലമ്പള്ളിയിലെയും സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആളുകൾ ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി രാവും പകലുമില്ലാതെ മഴയത്തും വെയിലത്തും സമരം ചെയ്തപ്പോൾ അവരെ തിരിഞ്ഞു നോക്കാത്ത സർക്കാരായിരുന്നു VS അച്യുതാനന്ദന്റെ നേതൃത്വത്തിൽ കേരളം ഭരിച്ചിരുന്നത്. അവരുടെ സമരത്തെ തിരിഞ്ഞു നോക്കിയെന്നില്ല, മാത്രമല്ല സമരത്തെ പുച്ഛിച്ചു തള്ളുന്ന സമീപനമായിരുന്നു അന്നത്തെ 2006-11 കാലഘട്ടത്തിൽ കേരളം ഭരിച്ച ഇടതു സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. എന്നാൽ അതിനുശേഷം 2011 അധികാരത്തിൽ വന്ന ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കുന്നു. 100 ദിവസത്തിനകം ചെങ്ങറയിലും മൂലമ്പള്ളിയിലും പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ച് അവിടെയുള്ള മുഴുവൻ ആളുകളെയും പുനരധിവസിപ്പിച്ച സർക്കാരിന്റെ പേരാണ് ഐക്യജനാധിപത്യ മുന്നണി സർക്കാർ. ഇപ്പോൾ 2026-ൽ മൂലമ്പള്ളിക്കും ചെങ്ങറയ്ക്കും പകരം മറ്റൊരു സ്ഥലമാണ്. മലയിടം തുരത്തിൽ കൃത്യമായ ഇടപെടൽ കോൺഗ്രസിന്റെയും സർക്കാരിന്റെയും ഭാഗത്തുണ്ടായി. റോജി ജോണിന്റെ നേതൃത്വത്തിൽ നടത്തിയ മാരത്തോൺ ചർച്ച വലിയ വിജയമായി. ആളുകൾക്ക് സ്വസ്ഥമായി അന്തിയുറങ്ങാൻ കഴിയുന്ന, അവർക്ക് ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൃത്യമായ നടപടി സ്വീകരിച്ചിരിക്കുന്നു. എന്തായാലും ഈ സർക്കാരിന് ജനങ്ങളോടൊപ്പം ഈ സർക്കാർ ഉണ്ട് എന്നൊരു തോന്നൽ ആദ്യഘട്ടത്തിൽ ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല.